ഇവിടെ പ്രിയപ്പെട്ട ഷബീർ നേരത്തെ പറഞ്ഞൊരു കാര്യം, സ്വരാജിനോടൊപ്പം ഇവിടെ പല ക്യാമ്പുകളിലേക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ടുള്ളൊരു അവകാശവാദം അദ്ദേഹം പറഞ്ഞു. ഷബീർ ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ഞാൻ ആ സമയത്ത് വന്നതുകൊണ്ട് ഒരു ഫോട്ടോയെങ്കിലും എം സ്വരാജ് ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലോ ഇവിടെ അത്തരം എന്തെങ്കിലും പ്രവർത്തനങ്ങളിലോ നിലമ്പൂരിൽ ഇടപെട്ടതായിട്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾ സമ്മതിക്കാം. സ്വരാജ് ഇവിടുത്തെ ഒരു ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും ഇടപെടാതെ ഈ നിലമ്പൂരിൽ മാത്രം 60-ലേറെ ജീവൻ വന്യമൃഗ ആക്രമണം കൊണ്ട് നഷ്ടപ്പെട്ട ഒരു നാടാണ് ഈ നിലമ്പൂര്. ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനേറെ പറയുന്നു, സ്വരാജിൻ്റെ സ്വന്തം കുടുംബത്തിന് പോലും അത്തരം പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എല്ലാത്തിനും നിലപാടുണ്ട്. ആഗോളതലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നിലപാടുണ്ട്. തൻ്റെ നാടുമായി ബന്ധപ്പെട്ട്, തൻ്റെ സഹജീവികളുമായി ബന്ധപ്പെട്ട്, തൻ്റെ നാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഇടപെടാനോ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താനോ അദ്ദേഹം ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഒരു കാര്യം കൂടി, ഞങ്ങൾ സ്വരാജ് സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അതിൽ ചുറ്റിപ്പറ്റി ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. അത് വ്യക്തിപരമായ വിമർശനമല്ലല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ, പിണറായി സത്തിനെതിരെ എന്ന പ്രഖ്യാപനമൊക്കെയാണ് അൻവറിന്റെയും മൊത്തത്തിൽ UDF-ന്റെയും ഒക്കെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ സർക്കാരിനെതിരായ നിങ്ങളുടെ പ്രചാരണത്തിലും അഴിമാറി ഇപ്പോൾ സ്ഥാനാർത്ഥി എം സ്വരാജ് വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് പോകുന്നുണ്ടോ? അതിൽ കഴമ്പുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി അതൊക്കെ നടക്കും. പക്ഷെ ഞങ്ങൾ ഈ നാട്ടിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, അഗതികൾ, അനാഥകൾ, കർഷകർ, വികലാംഗർ, തൊഴിലാളികൾ എല്ലാവരും പ്രയാസത്തിലാണ്. ഈ 9 വർഷക്കാലത്തെ ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എല്ലാവരെയും പ്രയാസപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഷബീർ കഴിഞ്ഞ കാലം SFI നേതാവായിരുന്നു, ആ കാലത്ത് SFI പ്രവർത്തകനായിരുന്നു. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ പിഞ്ചു മക്കൾ എഴുതുന്ന LSS USS സ്കോളർഷിപ്പ് കിട്ടിയിട്ട് 5 വർഷക്കാലമായി. നമ്മുടെ ചെറുപ്പക്കാരുടെ ആശ്രയമായിട്ടുള്ള PSC കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കുകുത്തിയാണ്. ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ കർഷകന്മാർ ഒരുപാട് പ്രയാസത്തിൽ സ്വന്തം കീശയിൽ നിന്ന് അധ്വാനത്തിന് വിഹിതമെടുത്ത് നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ, റബ്ബർ ഉൽപ്പാദിപ്പിച്ചാൽ അത് തിരികെ ഗവൺമെൻറ്റിലേക്ക് കൊടുത്താൽ അതിൽ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ട പ്രയാസമുള്ളവരാണ്. അതുപോലെ ആരോഗ്യരംഗത്തുൾപ്പെടെ എല്ലാ രംഗത്തും വലിയ പ്രയാസത്തിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന കാരുണ്യം നിർത്തി, താലോലം നിർത്തി, സുഹൃതം നിർത്തി, വയോമിത്രം നിർത്തി, അമ്മയും കുഞ്ഞും നിർത്തി, എല്ലാം നിർത്തി ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പിണറായി ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി കാത്തു നിൽക്കുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.